എവിടം വരെയായി? ഇങ്ങനെ ഒരു വണ്ടി പോവാ, ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും അവനൊന്നും അറിയാൻ പാടില്ല. ജീവിതത്തിൽ ട്രാഫിക് റൂൾസിനെ പറ്റി കേട്ടിട്ടില്ല ആ ലോറിക്കാരൻ. എതിരെ വണ്ടി വരുമ്പോൾ അത് പോകാൻ അനുവദിച്ച് അതിന് ശേഷം തിരിയാമുള്ളൂ. ട്രാഫിക് റൂൾസിലുള്ള റൈറ്റ് ടേൺ ചെയ്യാൻ നേരം എവിടം വരെയായി? അല്ല, എവിടം വരെയായി? എന്നിട്ട് തിരിച്ചാൽ മതിയല്ലോ. ആയില്ല, 2 നേരത്തെ അവര് നേരത്തെയാണല്ലോ. അവിടെ ഇവിടെ നമ്മുടെ ഇത് വന്നു തുടങ്ങിയിട്ട് നമ്മുടെ ഇലക്ട്രിക് ഇതേ പോകുന്നില്ല. ഇലക്ട്രിക് എം ജിയുടെ ഒരു ചെറിയ ഇലക്ട്രിക് ഉണ്ട്. അത് നല്ല കോമ്പാക്റ്റാണ് സിറ്റി ഡ്രൈവിന്. കാരണം അതിന് ഇത് കുറവാണ്, അതിന് നീളം വീതിയൊക്കെ കുറവാണ്. പിന്നെ അതിന് ഡ്രോബാക്ക് ഉള്ള അതിന് ഫ്രണ്ടിലെ ഡോറ് തുറക്കുള്ളൂ. ബാക്കിൽ മാരുതി ജിപ്സി വരെ ബാക്കിലെ ഡോറില്ല. അതൊരു ഡ്രോബാക്ക്. ഇപ്പം മൺഡേ ആയിരിക്കും പൊതുവെ, ട്രാഫിക് കൂടുതലായിരിക്കും. ജനറലി മൺഡേ ട്രാഫിക് കൂടുതലാണ്. അതെന്നായിരിക്കും മൺഡേ ട്രാഫിക് കൂടുതലാവാനുള്ള കാരണം. ഹൈവേ കൂടെ പോണ ഒരു കോലഞ്ചേരി ടൗണിൽ കൂടെ ഏതാണ്ട് ഇലക്ട്രിക് വേഗം നോക്കിച്ച് വരണം. ഒരു രക്ഷയില്ല, വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടോറിക്ഷക്കാരന് ഒരു പണിയില്ലാണ്ട് വന്നു. ഓട്ടണമെന്നില്ല തോന്നുന്നു, ഒരു മനുഷ്യനുമില്ല എൻ്റെ അത്. വെയിറ്റ് ചെയ്ത് നിന്ന് വന്നാലുണ്ട്. കോലഞ്ചേരിയിലെ കടകളൊക്കെ 8 മണിക്ക് തുറക്കും. 8 മണിയല്ല, 10 മണിയായിട്ട് അവിടെ ഒരു കടയിൽ തുറന്നു. ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കാനായിട്ട് കോലഞ്ചേരിയിൽ വരുമ്പോൾ 10 മണിക്ക് മുമ്പ് ഒരു കടയും തുറന്ന ചരിത്രം എൻ്റെ ഓർമ്മയിലില്ല. മരുന്ന് കടക്കാർ പോലും കോലഞ്ചേരി തുറക്കാറില്ല. മരുന്ന് കട പോലും കണ്ടില്ല. ജയമാണ് ഇവിടെ ഏറ്റവും ആദ്യം തുറക്കുന്ന കട. അവർ പോലും 9 മണി കഴിഞ്ഞാൽ തുറക്കാറ്. പണ്ട് 8 മണിക്കൊക്കെ തുറക്കാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന സെയിൽസ് അങ്ങനെ ഇല്ലായിരിക്കും. 9 മണി കഴിഞ്ഞിട്ടാണ് മരുന്ന് കടക്കാർ പോലും തുറക്കാറുള്ളത്.